അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം എന്റെ മകൻ കാണുന്ന ഷോ ആണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. മക്കള് കാണുന്ന ഷോ ആണെന്ന് പറഞ്ഞ് പറയുന്നവര് ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ ഇത് കാണുമ്പോൾ അമ്മ ഇവരാരാണ്, ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഒറ്റ കാര്യമുള്ളൂ, ലക്ഷ്മിയുടെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തടയാൻ കഴിയില്ല, ഒരിക്കലുമില്ല. ഓക്കെ, ഇനി തടഞ്ഞു എന്ന് വിചാരിക്കാം. ഹോമോസെക്ഷലായ മകൻ ഒരു ബന്ധം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും അവന് അങ്ങനെ തോന്നില്ല. അങ്ങനെ തോന്നാത്തതിൻ്റെ പേരിൽ അവൻ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള മറ്റൊരാളെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തടയാനാണ് ലക്ഷ്മി ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണ് ആ കുട്ടിയോട്, സ്വന്തം മകനോട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു റെസ്പോൺസിബിൾ പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും മാനിപ്പുലേഷൻ അല്ല. ഓക്കെ, അത് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക, അവർക്ക് നേർവഴി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിവികാസത്തിനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ്റെ ഒക്കെ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. അതിന് പകരം കൺട്രോളിങ് ആണ് ഈ സാധനം എന്ന് വെക്കുമ്പോൾ അവിടെ സത്യത്തിൽ അതാണ് ദ്രോഹമായിട്ട് മാറുക. അപ്പോൾ ആ മകൻ്റെ സെക്ഷൽ ഐഡന്റിറ്റി ഇന്നതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ലക്ഷ്മി തീരുമാനിക്കുന്നത്? ലക്ഷ്മിക്ക് എങ്ങനെയാണ് അതിനുള്ള അനുഭവം കിട്ടിയത്? അതാണ് നമ്മൾ തിരിച്ചു വയ്ക്കുക. അപ്പൊ വെറുതെ എന്തിനാ അങ്ങോട്ടേക്കൊക്കെ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ആരിഫിനോട് ചോദിച്ചത്, എന്ത് മറുപടി ആയിരിക്കും ഈ കാണുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക പ്രോപ്പറായിട്ട്? അതെ, ഇത് സത്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ആ പറയുന്ന പാരന്റ്സിനാണ് സത്യത്തിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഞാൻ പറയാം. കുട്ടികൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കില്ല.